ഈശ്വര ദർശനം സിദ്ധിച്ചതിൻ്റെ ആനന്ദാതിരേകത്താൽ മതിമറന്ന് അഹല്യാദേവി സ്തുതിക്കുകയാണ്. ഭക്തിഭാവം അധികമധികം തീവ്രമായിക്കൊണ്ടിരിക്കുന്നു. ഭക്തന്മാർക്ക് മുക്തിയും യുക്തന്മാർക്ക്, അതായത് രാഗാദികളെ അടക്കിയവർക്ക് യോഗവും, സക്തന്മാർക്ക്, അതായത് ലൗകികന്മാർക്ക് ഭുക്തിയും, സിദ്ധന്മാർക്ക് സിദ്ധിയും പ്രദാനം ചെയ്യുന്ന ആ ദേവനെ അഹല്യാദേവി കീർത്തിക്കുന്നു. കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ. ത്വന്മായാവിമോഹിത ചേതസാം അജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെയറിഞ്ഞുകൂടായല്ലോ. മനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മനുഷ്യനെന്നു കൽപ്പിച്ചിടുവോർ അജ്ഞാനികൾ. പുറത്തും അകത്തുമെല്ലാടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമൻ നിത്യനിർമ്മലൻ ഏകൻ ബുദ്ധനവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകരൻ സത്വാദി ഗുണത്രയ യുക്തയ ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരൂപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിത് ബ്രഹ്മാത്മാ സമസ്തശ്വരൻ മഹേശ്വരൻ അച്യുതൻ ആദിനാഥൻ സർവദേവതാമയൻ